ഹലോ ഫ്രണ്ട്സ്, ഐ മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 1 അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ മൊഡ്യൂൾ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തതാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2016-ലെയും 2022-ലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമുക്ക് 2016-ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, n of a is equal to 10, n of b is equal to 6, n of c is equal to 5. എ ബി സി എന്നിവയ്ക്ക് പൊതുവായ ഒരംഗം പോലും ഇല്ല എങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 300, 21, 55, 11. അപ്പോ പൊതുവായ ഒരു അംഗം പോലും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇന്റർസെക്ഷനിൽ ഒറ്റ അംഗങ്ങളില്ല എന്നാണ്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമ്മൾ എഴുതുകയാണെങ്കിൽ ഇന്റർസെക്ഷൻ ഉള്ളത് എഴുതണ്ട. അപ്പൊ ബാക്കി എന്താ വരിക? എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. അപ്പൊ എല്ലാ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ പി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ഏകാംഗ ഗണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏകാംഗ ഗണം എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾട്ടൺ സെറ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതൊരു ഏകാംഗ ഗണമാണോ? അല്ല. കാരണം എന്താ? എക്സ് ബിലോങ്സ് ടു സെഡ് ആണ്, ഇന്റീജേഴ്സിലാണ്. അപ്പൊ എക്സ് -10 ആണെങ്കിലും എക്സ് +10 ആണെങ്കിലും അതിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പൊ ഇതിൽ 2 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതല്ല, അടുത്ത് തീർത്തു. ഇനി എക്സ് ബിലോങ്സ് ടു എൻ ആണ്, അതായത് നാച്ചുറൽ നമ്പർ ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 20 ആവാനുള്ള കണ്ടീഷൻ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു എന്താ പറ്റൂ? 20. അതായത് ഒരു മെമ്പർ മാത്രമേ സെറ്റിൽ വരുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണെന്ന് പറയാം. ഇനിയിപ്പോ അടുത്ത ഓപ്ഷൻസ് നോക്കണമെന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം, എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 4, എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു 7 എങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഏറ്റവും കുറഞ്ഞ വിലയും കൂടിയ വിലയും എത്രയാണ്? 4 ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. കുറഞ്ഞ വില എപ്പോഴാ വരിക? ഇന്റർസെക്ഷൻ മാക്സിമം ആവുമ്പോൾ. അപ്പൊ നമുക്ക് നോക്കാം, ഇന്റർസെക്ഷനിൽ മാക്സിമം എത്ര എലിമെന്റ്സ് വരാൻ പറ്റും? 4 എലിമെന്റ്സ് അല്ലേ വരാൻ പറ്റുള്ളൂ. കാരണം പൊതുവായിട്ട് 4 എലിമെന്റ്സ് വരെ വരാൻ പറ്റുള്ളൂ. കാരണം എൻ ഓഫ് എയിൽ എത്ര എലിമെന്റ്സേ ഉള്ളൂ? 4 എലിമെന്റ്സേ ഉള്ളൂ. ഇന്റർസെക്ഷനിൽ മാക്സിമം എത്ര എലിമെന്റ്സ് വരാൻ പറ്റുള്ളൂ? 4 എലിമെന്റ്സേ വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കുറഞ്ഞ വില എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 4 ആവുമ്പോൾ. ഇക്വേഷൻ പ്രകാരം ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ എന്ത് വരും? എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ എൻ ഓഫ് എയും 4 ആണ്, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും 4 ആണ്. രണ്ടും ക്യാൻസൽ ആയി പോകുമ്പോൾ ബാക്കി എന്ത് വരും? 7. കൂടിയ വില വരുന്നത് ഇന്റർസെക്ഷൻ 0 ആവുമ്പോൾ, അതായത് ഇന്റർസെക്ഷനിൽ എലിമെന്റ്സ് ഇല്ലാണ്ടാവുമ്പോൾ. നമുക്ക് ഇക്വേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ എന്ത് വരും? എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അത് വേണ്ട. ബാക്കി ഏതൊക്കെ വരിക? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ത് വരും? 11. ഓക്കെ, അടുത്ത ചോദ്യം, കോസ് എക്സ് ഇസ് ഈക്വൽ ടു -3/5. എക്സ് എന്നത് 3-ാം ചതുർത്ഥാംശത്തിലാണ് എങ്കിൽ കോസിക് എക്സിന്റെ വിലയുണ്ട്. വരച്ചു നോക്കുക. ASTC എങ്ങനെ പഠിക്കാൻ പറഞ്ഞ? ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്. നമുക്ക് ഇഷ്ടമുള്ള ഫോമിൽ പഠിക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. എ എന്ന് പറഞ്ഞാൽ ഓൾ പോസിറ്റീവ്, എസ് എന്ന് പറഞ്ഞാൽ സൈനും കൊസീക്കും പോസിറ്റീവ്, ടി എന്ന് പറഞ്ഞാൽ ടാനും കോട്ടും പോസിറ്റീവ്, സി എന്ന് പറഞ്ഞാൽ കോസും സീക്കും പോസിറ്റീവ്. പിന്നെ ഇവിടെ തീറ്റ, ഇവിടെ π - തീറ്റ, ഇവിടെ π + തീറ്റ, ഇവിടെ 2π - തീറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് കോസ് എക്സ് എന്ന് പറയുന്നത് -3/5 ആണ്. ഞാനൊരു റൈറ്റ് ആംഗിൾ വരച്ചു, ഇത് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. കോസ് എക്സിന്റെ ഡെഫിനേഷൻ എന്താ? സമീപവശം ബൈ കർണം. ഇതാണ് 3 ആണ് സമീപവശം, 5 ആണ് കർണം. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാംഗിളിന്റെ സൈഡ്സ് 3ഉം 5ഉം ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാം കേട്ടോ. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ സൈൻ എക്സ് എന്ത് വരും? സൈൻ എക്സിന്റെ ഡെഫിനേഷൻ എന്താ? എതിർവശം ബൈ കർണം. അപ്പൊ 4/5 ആണ് എന്ത് വരിക? സൈൻ എക്സ്. പിന്നെ തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 3-ാം ചതുർത്ഥാംശത്തിൽ സൈനും നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് സൈൻ എക്സ് എന്ത് കിട്ടും? -4/5. സൈൻ എക്സ് -4/5 ആണെങ്കിൽ കോസെക് എക്സ് എന്തായിരിക്കും? തിരിച്ചിട്ട് എന്ത് വരും? -5/4 എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, a > 0, b > 0, a + b = π/3 ആണെങ്കിൽ tan a × tan b എന്നതിന്റെ ഏറ്റവും കൂടിയ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. a + b = π/3 മാക്സിമം ആവുന്നത് എപ്പോഴാ? a = b ആകുമ്പോഴാണ്. ഓക്കെ, അതായത് 2 സമ്മുകൾ മാക്സിമം ആവുന്നത് അത് ഈക്വൽ ആകുമ്പോഴാണ്. a = b ആകുമ്പോഴാണ് എന്താവുക? a + b മാക്സിമം ആവുക. അങ്ങനെയാണെങ്കിൽ a = b = എന്ത് വരും? π/3 പകുതി. π/3 പകുതി എന്ത് വരും? π/6 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. tan a × tan b എന്ത് വരും? എക്ക് പകരം π/6 ഇട്ട് കൊടുക്കുക, ബിക്ക് പകരം π/6 ഇട്ട് കൊടുക്കുക. എന്ത് വരും? tan π/6 × tan π/6. tan π/6 എന്താ? 1/√3. അപ്പൊ 1/√3 × 1/√3 എന്ത് കിട്ടി? 1/3 ആൻസർ കിട്ടി. ഓക്കെ,
അതായത് ഓപ്ഷൻ സി. നിങ്ങൾക്ക് പ്രോബ്ലംസ് കിട്ടുമ്പോഴേ, അതായത് നമ്മുടെ HSA ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് ചിന്തിക്കാതെ വലിയ രീതിയിൽ ചെയ്യാവുന്ന പ്രോബ്ലംസ് ആയിരിക്കില്ല ഇതില്. എപ്പോഴും നമുക്കത് ട്രിക്കിലൂടെയോ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കഴിയാവുന്ന പ്രോബ്ലംസ് ആണ് പൊതുവെ HSAക്ക് തരിക. എന്തായാലും അതിലൊരു ട്രിക്ക് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 22 കളിക്കാരിൽ നിന്നും 2 പേരെ ഉൾപ്പെടുത്തിയും 4 പേരെ ഒഴിവാക്കിയും 11 കളിക്കാരെ എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം? ഓക്കെ, 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്, കാരണം നമ്മൾ എഴുതാൻ മറന്നുപോയി. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നമുക്ക് 22 കളിക്കാരാണോ ഉള്ളത്, അതിൽ നിന്ന് നമുക്ക് 11 പേരെ തിരഞ്ഞെടുക്കണം. 2 കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, 4 പേരെ ഒഴിവാക്കണം, 2 പേരെ ഉൾപ്പെടുത്തണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 4 പേരെ ഒഴിവാക്കാം. 22 നിന്ന് 4 പേരെ ഒഴിവാക്കി, ഇപ്പൊ എത്രയായി? 18 പേര്. ഇനിയിപ്പോ ഈ 18 പേരിൽ നിന്ന് 11 കളിക്കാരെ സെലക്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, പക്ഷെ അവർ പറഞ്ഞിട്ട് 2 പേരെ ഉൾപ്പെടുത്തി, അതായത് 2 പേരെ നമ്മൾ ഫിക്സ് ആക്കി വെച്ചു. അപ്പൊ 11 കളിക്കാരിൽ നിന്ന് 2 പേരെ നമ്മൾ ഫിക്സ് ആക്കി. 11 കളിക്കാരിൽ 2 പേരെ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര കളിക്കാരുണ്ട്? 9 കളിക്കാർ. ഇനി ആ 9 കളിക്കാരെ എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാന്ന് നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 18ൽ നിന്ന് 2 പേരെ ഫിക്സ് ആക്കി, അപ്പൊ ബാക്കി എത്രയായി? 16 പേര്. ഈ 16 പേരിൽ നിന്ന് 9 പേരെ എങ്ങനെ തിരഞ്ഞെടുക്കാം? എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം? എത്ര രീതിയിലാ? 16C9. ഓക്കെ, അപ്പൊ ഏതാ ഓപ്ഷൻ ശരി? സി ആണ് ഓപ്ഷൻ ശരി ട്ടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ, A is equal to set 1 2 3, B is equal to set 1 2 എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ബന്ധങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബന്ധങ്ങളുടെ എണ്ണം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 2mn, അതായത് 2 നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് എത്രയാ? 3. നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് 2. അപ്പൊ 2 into 2 is equal to 2 6, അതായത് 64. ഓപ്ഷൻ ബി. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്കൊരു റിലേഷൻ വന്നിട്ടുണ്ട്. x+3y is equal to 6 എന്നത് എണ്ണൽ സംഖ്യാ ഗണത്തിൽ നിർവഹിച്ചിട്ടുള്ള ഒരു ബന്ധമാണ്. ആറിന്റെ മണ്ഡലം എന്താണ്? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമുക്ക് 4 ഓപ്ഷൻസിൽ ഏതാണെന്ന് കറക്റ്റ് എന്നുള്ളത് നോക്കാം. അതിനാദ്യം തന്നെ നമ്മൾ തന്നിരിക്കുന്നതിൽ നിന്ന് y കണ്ടുപിടിക്കുക. അതായത് x+3y is equal to 6 ആണെങ്കിൽ y is equal to എന്ത് വരും? 6 - x/3 എന്ന് കിട്ടും. അതായത് നമ്മള് എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക, എന്നിലെ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കിട്ടുന്ന y എന്ന് പറയുന്നതും എന്തിലുണ്ടായിരിക്കണം? എന്നിലെ ഒരു മെമ്പർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള എക്സുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് എന്ത്? മണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എക്സിന് n സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, 1 തൊട്ടല്ലേ? 1 ആദ്യം ഇട്ട് കൊടുക്കാം. 6 - 1 എന്ന് പറയുന്നത് 5. 5/3 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പൊ 1 ഇട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 2 ഇട്ട് കൊടുക്കാം. 2 ഇട്ട് കൊടുക്കുമ്പോൾ 6 - 2 4. 4/3 എന്ന് പറയുന്നതും ഒരു നാച്ചുറൽ നമ്പർ അല്ല. അടുത്തത് 3 ഇട്ട് കൊടുക്കാം. 6 - 3 എന്ന് പറഞ്ഞാൽ 3. 3/3 എന്ന് പറഞ്ഞാൽ 1. 1 എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ നമുക്ക് 3 ഇട്ട് കൊടുക്കാം. മണ്ഡലത്തിൽ ആദ്യത്തെ മെമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? 3. ഇനി അടുത്തത് എക്സിന് നമ്മൾ 4 ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കാം. 6 - 4 എന്ന് പറഞ്ഞാൽ എന്താവും? 2. 2/3 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ അല്ല. എക്സിന് എന്തിട്ട് കൊടുക്കാം? 5 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താ പറയുക? 6 - 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/3 നാച്ചുറൽ നമ്പർ അല്ല. 6ന് എന്തിട്ട് കൊടുക്കാം? 6 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. 6 - 6 0. 0/3 എന്ന് പറയുന്നത് എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല. 6നേക്കാൾ മുകളിലുള്ള എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും അത് നെഗറ്റീവ്. നെഗറ്റീവ് നമ്പേഴ്സ് എന്തെങ്കിലും ഇല്ല, എന്തായാലും നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. ആകെ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വാല്യൂ എന്ത് മാത്രമാണ്? 3. ഇട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്തിൽ വരിക? മണ്ഡലത്തിൽ വരിക, അതായത് ഡൊമൈനിൽ വരിക. ഓക്കെ, അപ്പൊ മണ്ഡലം എന്ന് പറയുന്നത് എന്ത് വന്നു? സെറ്റ് 3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് എഫ് ഫ്രം R to R എന്നത് നിർവഹിച്ചിട്ടുള്ളത് f(x)3 - 4x എന്നാണ്. എങ്കിൽ എഫ് എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈജക്റ്റീവ്, 1 1 ഓൺ ടു ഇൻജക്റ്റീവ്. ഓക്കെ, ഇത് ഓൾറെഡി നമുക്ക് കണ്ടറിയാം. അതൊരു 1 1 ഫംഗ്ഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ 1 1 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുക? f(x1) = f(x2) എന്നെടുക്കുക. x1 = x2 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു 1 1 ആണെന്ന് പറയാം. നോക്കി നോക്കാം. f(x1) = f(x2) എന്താ വരിക? 3 - 4x1 = 3 - 4x2. 3യും 3യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? -4x1 = -4x2. രണ്ടിലും -4 ഉണ്ട്, അതും കട്ട് ചെയ്ത് ബാക്കി എന്ത് വരുന്നു? x1 = x2. എന്താണ്? f 1 1 ആണ്. സ്ക്വയർ ഒക്കെ ഉള്ള ടേം ഉണ്ടെങ്കിൽ പൊതുവെ അത് 1 1 ആയിരിക്കില്ല. ഓക്കെ, സ്ക്വയർ ഒന്നും ഇല്ലെങ്കിൽ നമുക്കതിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്കത് പറയാൻ പറ്റും, അതൊരു 1 1 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഓൺ ടു എങ്ങനെ കണ്ടുപിടിക്കാം? ഓൺ ടു കണ്ടുപിടിക്കാനായിട്ട് ഈ തന്നിരിക്കുന്നതിന് നമ്മൾ y എന്ന് എടുക്കാം.
എന്നിട്ട് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത്. y is equal to 3 minus 4x ആണെങ്കിൽ x is equal to എന്താവും? 3 minus y by 4 ആയിരിക്കും. ഓക്കെ, ഇനി yക്ക് ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് എക്സ് ആറിൽ കിട്ടിയിരിക്കണം. yക്ക് ഏതൊരു റിയൽ നമ്പർ കൊടുത്താലും എനിക്ക് കിട്ടുന്ന ഉത്തരം, അതായത് yക്ക് ഞാൻ ഏതൊരു റിയൽ നമ്പർ കൊടുത്താലും 3 മൈനസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഇനി 3 മൈനസ് വൈ ബൈ 4 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതായത് എക്സും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയാം. അതാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ എനി y ബിലോങ്സ് ടു r we found an x belongs to r such that f of x is equal to y. അങ്ങനെയാണെങ്കിൽ എന്താണ്? എഫ് ഒരു ഓൺ ടു ആണ്. എഫ് 1 ആണ്, എഫ് ഓൺ ടു ആണ്. അതായത് 1 ഓൺ ടു ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്താ പറയാ? അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നാണ് പറയാ, അല്ലെ? അപ്പൊ അതായത് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ കേട്ടാ. അടുത്തത് എഫ് ഫ്രം ആർ ടു ആർ എന്നത് നിർവഹിച്ചിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 22x മൈനസ് 11 എന്നാണ്. കൂടാതെ ജി ഇസ് ഇക്വൽ ടു എഫ് ഇൻവേഴ്സ് ആയാൽ ജി ഓഫ് എക്സിന്റെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചെയ്യാ? എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു വൈ എന്ന് കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് ഇസ് ഇക്വൽ ടു എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ, അല്ലെ? ഇനി വൈ എന്ന് പറയുന്നത് 22x മൈനസ് 11 എന്ന് കൊടുക്കുക. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഇക്വൽ ടു എന്ത് കിട്ടും? y പ്ലസ് 11 ബൈ 22. ഇതെന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണ്. നമുക്ക് ജി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ വൈക്ക് പകരം എന്തിട്ട് കൊടുത്താൽ മതി? എക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അതായത് എക്സ് പ്ലസ് 11 ബൈ 22. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. അടുത്തത് നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നോക്കുന്നത്. ഈ മൊഡ്യൂൾ 1 മാത്രമാണ് ഇപ്പോൾ ഇവിടെ നോക്കുന്നത്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അത് കൊടുക്കാട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിലായി ചെയ്യാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആറിൽ നിന്നും ആറിലോട്ടുള്ള ബൈജക്റ്റീവ് ആയിട്ടുള്ള ഏകതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈജക്റ്റീവ് ആണെങ്കിൽ 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. എക്സ് സ്ക്വയർ ഒരു 1 ഫംഗ്ഷൻ അല്ല. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ട. ടാൻ എക്സും എന്തല്ല? ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. അതിലല്ലാത്തത് ഏതാ വരുന്നത്? എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സ് 1 ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുത്താൽ എക്സ് 1 ഇസ് ഇക്വൽ ടു എക്സ് 2 ആയിരിക്കണം. നമ്മൾ എക്സ് 1 ക്യൂബ് ഇസ് ഇക്വൽ ടു എക്സ് 2 ക്യൂബ് ആകണമെങ്കിൽ എക്സ് 1 ഇസ് ഇക്വൽ ടു എക്സ് 2 ആയാലും പറ്റും. അപ്പൊ അതൊരു 1 ആണ്, അല്ലെ? ഇനി നമ്മൾ എക്സ് ക്യൂബ് ഇസ് ഇക്വൽ ടു വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഇക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് വൈ കിട്ടും. വൈ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബിക് റൂട്ട് എന്ത് തന്നെയായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും, അല്ലെ? അപ്പൊ അതെന്താണ്? അതൊരു ഓൺ ടു ഫംഗ്ഷൻ കൂടിയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അടുത്തത് ആൽഫ ബീറ്റ ഗാമ എന്നിവ എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ഇസ് ഇക്വൽ ടു 0ന്റെ മൂല്യങ്ങൾ ആണെങ്കിൽ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് ഗാമ ക്യൂബിന്റെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 വില തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിരിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അതായത് ദ്വിമാന സമവാക്യമാണ്. ഇവിടെ ക്യൂബിക് ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് മാറ്റുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് ടേമിൽ നിന്ന് എക്സ് സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്ത് ബാക്കി എന്ത് വരും? ഇവിടെ എക്സ് മൈനസ് 2 വരും, അല്ലെ? ഇതുപോലെ തന്നെ ഇവിടെ കിട്ടാനായിട്ട് എന്താ ചെയ്തത്? ഇതിൽ നിന്ന് ഈ ടേമിൽ നിന്ന് നെഗറ്റീവ് ആണ് പുറത്തേക്ക് എടുത്തത്. അപ്പൊ -1 പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ എന്തായി? എക്സ് മൈനസ് 2. രണ്ടിലും എന്ത് കിട്ടി? എക്സ് മൈനസ് 2 കിട്ടി. ഇനി രണ്ടിലും കോമൺ ആയിട്ട് എക്സ് മൈനസ് 2 ഉള്ളതുകൊണ്ട് എക്സ് മൈനസ് 2 പിന്നെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവും? എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുണ്ടാവും. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് റൂട്ട് എന്താ കിട്ടുക? എക്സ് ഇസ് ഇക്വൽ ടു 1 മൈനസ് 1 2. ശരിയല്ലേ? അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1, അല്ലെ? അതായത് എക്സ് ഇസ് ഇക്വൽ ടു 1 എന്നും എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് 1 എന്നും ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഇസ് ഇക്വൽ ടു 2 എന്നും കിട്ടും. അപ്പൊ 3 റൂട്ട് കിട്ടി. 1 മൈനസ് 1 2. ഇത് ആൽഫ നിർത്തും, ഇത് ബീറ്റ നിർത്തും, ഇത് ഗാമ നിർത്തും. അങ്ങനെയാണെങ്കിൽ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് ഗാമ ക്യൂബ് എന്ത് വരും? നമുക്ക് 8 എന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് തരുന്ന പ്രോബ്ലംസ് എല്ലാം പെട്ടെന്ന് കിട്ടാവുന്ന ഉത്തരങ്ങളായിരിക്കും. നമ്മളത് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇപ്പൊ നമ്മൾ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് ഗാമ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് തന്നെ അത് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഫ്രം ആർ ടു ആർ എന്നത് ഏതൊരു തുടരേഖതവും, അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എ ഇസ് ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയാൽ എ എന്ന ഗണം എല്ലായ്പ്പോഴും ഓപ്പൺ, ക്ലോസ്ഡ്, ഓപ്പണോ ക്ലോസ്ഡോ ആയിരിക്കില്ല. ഇവയൊന്നുമല്ല. ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സെറ്റ് ഏതാ? എ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത്
സീറോ ആയിരിക്കും അല്ലെ. എക്സിന് 1 കൊടുത്താലും ഫംഗ്ഷൻ വാല്യൂ സീറോ ആയിരിക്കും, എഫിന് 2 കൊടുത്താലും സീറോ ആയിരിക്കും. അതായത് നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് അതിന് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതായത് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ സെറ്റ് സീറോ ആയിരിക്കും ഇവിടെ എന്ത്, ഇമേജ് എന്ന് പറയുന്നത് അല്ലെ. സെറ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. ഇനി ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് എന്താണ്, ദ പ്രീ ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് അണ്ടർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ക്ലോസ്ഡ്. ഓക്കെ, അതായത് ഒരു ക്ലോസ്ഡ് സെറ്റിന്റെ പ്രീ ഇമേജ് അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും. സെറ്റ് സീറോ ഇവിടെ ഒരു ക്ലോസ്ഡ് സെറ്റ് ആണ്, അപ്പൊ ഇതിന്റെ പ്രീ ഇമേജ് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇതിന്റെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് എ, അതായത് സെറ്റ് എ എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം ഇരട്ടിയാകുമ്പോൾ ത്രികോണത്തിന്റെ കോണുകളുടെ സൈനിന്റെ അനുപാതം. നമുക്കറിയാം 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോണുകൾ ഇരട്ടിയായതുകൊണ്ട് വശങ്ങളിലെ സൈൻ മാറ്റണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോ എന്താ നമുക്ക് ഇവിടെ ഓപ്ഷൻ വരിക, മാറ്റമില്ല എന്നാണ്. കോണുകൾ ഇരട്ടിയാവുകയോ പകുതിയാവുകയോ ഒന്നും ചെയ്താലൊന്നും വശങ്ങളുടെ പ്രൊപ്പോർഷണാലിറ്റിക്ക് ചേഞ്ച് വരില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സൈൻ എടുത്താലും എന്താവില്ല, മാറ്റം ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 10 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ 8 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടാവും? എത്ര ഉപഗണങ്ങൾ ഉണ്ടാവും? 10C8 അംഗങ്ങൾ ഉണ്ടായിരിക്കും. 10C8 എന്ന് പറയുന്നതും 10C2 എന്ന് പറയുന്നതും തുല്യമാണ്. നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, തുല്യമാണ്. നമുക്ക് 10C2 എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മള് ഇത് 2 എണ്ണാണെങ്കിൽ ഇവിടുന്ന് ബാക്കിലോട്ട് 2 എണ്ണം, അതായത് 10 × 9 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോ 90 ഡിവൈഡഡ് ബൈ 2 അതായത് 45. ആൻസർ ഒന്ന് കിട്ടി, 45. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ മൊഡ്യൂൾ 1 നിന്നുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഒന്ന് ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ക്ലാസ് തൊട്ട് മൊഡ്യൂൾ 2 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.